भाई हैं इधर उधर उधर तक आया था. ഇവിടെ മേളിൽ വരെ വെള്ളം വന്നു, ഇവിടെ വരെ വെള്ളം വന്നു. ഓ ഏറ്റുടിക്കുക. ഈ മതിലൊക്കെ ഇളകിയിരിക്കുക കേട്ടോ. അങ്ങോട്ട് കണ്ട് എൻ്റെ സൈഡ് നോക്കി ഇറങ്ങിയിരിക്കുക. അതുകൊണ്ട് ഇവിടെല്ലാം പൊട്ടിയിരിക്കുക. ഓഹോ ഹോ ഹോ. അമ്മ നമസ്കാരം. ಅಲ್ಲಿ ಹೋಗ್ತಿ ಪಾನಿ. ಅಲ್ಲಿ ಹೋಗ್ತಿ पकड़ता नहीं. हाँ. ഓഹോ ഹോ ഹോ. ഇവിടുത്തെ അവരോട് കണ്ടോ അവരുടെയൊക്കെ അവസ്ഥ നോക്കി. ഭയങ്കര അല്ലേ, കാണുമ്പോൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം വരുന്നു. വൃത്തി ചെയ്യാൻ അവിടെ നിന്ന് വെള്ളം ഇവിടെ വരുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര. താഴ്ന്നാന്ന് പോകട്ടോ. അവിടുന്ന് കല്ലൊക്കെ ഇവിടെ ഇത് കിണറാണ്. കിണർ വരെ താഴ്ന്നു. ഈ വീട് ഇവിടെ വെള്ളം പോകുന്നു. ചവിട്ടുന്നതിനൊക്കെ താഴ്ന്നു. കല്ലും കിണറായിരുന്നു കേട്ടോ. ആലോചിച്ച് നോക്കിയേ. ഇവിടെയൊക്കെ ഈ വീടൊക്കെ ഉണ്ട്. എല്ലാം പൊളിഞ്ഞു പോയി. ഇവരുടെയൊക്കെ അവസ്ഥ നോക്കി. ഹലോ ഗ്രാമത്തിലൊന്നും ആരെയും കാണുന്നില്ല. കണ്ടായിരുന്നു ചോദിക്കായിരുന്നു. മരങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. കുറേ കിടപ്പുണ്ടോ. ഇവിടെ എല്ലാം വന്ന് വെള്ളം അടിച്ച് കയറി പാവങ്ങളുടെ. വണ്ടി കയറിയ പാടുണ്ട്, ടാക്സി കയറിയ പാടുണ്ട്. ഇവിടൊക്കെയാണ് കല്ല് കയറി. അവിടുന്ന് കല്ല് തെറിച്ച് ഇവിടെ വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. എവിടെ നോക്കി വെള്ളമാണോ കേബിളാണ്? എന്തോ കേബിളാണ്. ನಮಸ್ಕಾರ. ಎಲ್ಲ ಹೋಗುತ್ತೆ. വീടൊക്കെ പോയെന്നാണ് അവർ പറയുന്നത്. ನಮ್ಮ ಮನೆ ಇದು ಮತ್ತು ನಮ್ಮ ಭಾವನ ಮನೆ ಒಂದು ಅವ್ರ ಮನೆ ನೀರು ಅವ್ರ ಮನೆ ಮಕ್ಕಳ ಮನೆ ಅಕ್ಕನ ಮನೆ ಇಲ್ಲಿ ಪೂರ ನೀರು ಹಾಕ್ತದೆ. ಅದು ನಂಬರಟ್ಟ ಏನೂ ಇಲ್ಲ. ಪೂರ ಈಗ ನಾನಿನ್ನು ಉಳುವುದಿಲ್ಲ. ನಮ್ಮೆಲ್ಲರೂ ಈಗ ಅಂಗಡಿಗೆ ಅಂತಾಗೆ ತಗೊಂಡಿವ ತಗೊಂಡು ನಮಗೆ ರೂಮ್ ಮಾಡ್ಕೊಂಡು ಅಂತೆ ಹೋಗುವ. ನಮ್ಮ 2 ತಿಂಗಳು ಬರುವುದಿಲ್ಲ. ನಮ್ಗೊಳಗೆ ಧೈರ್ಯನೇ ಇಲ್ಲ. ಧೈರ್ಯ ಇಲ್ಲ. ಗಾಳಿ ಬಂದರೂ ಹೆದರಿಕೆ. ಎಲ್ಲಿ ಎಲ್ಲಿ ಪಾನಿ ಎಲ್ಲಿ? ಈ ಮರಕ್ಕಿಂತ ಎತ್ತರ ಪೂರ್ತಿ മര ഇട്ടു. ഇത്രയും ഹൈറ്റിലാണ് വെള്ളം വന്നതെന്ന് പറയുന്നത്. ഭയങ്കര 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 പറയുന്ന ഓരോ കാര്യങ്ങൾ വരുന്നത് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള കാര്യങ്ങളാണ്. വെള്ളം മേടി വരെ വന്നു. വീടൊക്കെ പോയെന്നാണ് പറയുന്നത്. പലരെയും വീടുകളൊക്കെ പോയെന്നാണ് പറയുന്നത്. ಏನೂ ಇಲ್ಲ. ಲೇಡೀಸ್ ಅವರ ಬಾತ್ರೂಮ್ ഒക്കെ പോയി. ನಮ್ಗಿಲ್ಲಿ ಒಳಗೆ ತಾಕತ್ತಿಲ್ಲ. ವರ್ಷದಿಂದ ವರ್ಷಕ್ಕೆ ಹಿಂಗೆ ಈಗ ಒಂದು 2-3 ವರ್ಷ ಆಯ್ತು ಮನೆ ಬಿಟ್ಟಾಕೊಂಡ್ಬಿಟ್ಟು ಓಡೋಗುದು. ಆದ್ರೆ ಈ ಥರನೆಲ್ಲಾಗಿತ್ತು. ಈ ಕಡೆ ಈ ನಮ್ಮನಿದೆ ಮನೆ ಮಠ. ನಮ್ಮ ಮನೆ ಯಜಮಾನ್ರ ಸಿಡ್ಡು ಹೋಗಿತ್ತು. ಅಲ್ಲಿದೆ ದುಡ್ಡು ಕೇಳಿ ಆಸ್ಪತ್ರೆಗೆ ಹಾಕಿದೆ. ಈಗ ಆಸ್ಪತ್ರೆಗೆ ಇದ್ದು ಕರ್ಕೊಬಂದು ಒಂದು ರೂಮ್ ಮಾಡಿ ಒಳಗೆ ತಾಕತ್ತಿಲ್ಲ ನಮ್ಗೆಲ್ಲರಿಗೂ ಹೋಗಿ. ಆಯ್ತು.
അപ്പോൾ കണ്ടില്ലേ അവിടെ കഥകൾ പറയുന്നത് പല രീതിയിലാണ് കഥകൾ പറയുന്നത് ചെയ്യാൻ. അപ്പോൾ ഇത് മനസ്സിലാക്കുക അവിടുത്തെ ഓരോരുത്തരുടെ അവസ്ഥകൾ. എനിക്ക് നല്ലപോലെ മനസ്സിലായില്ല, സത്യം പറയാൻ മനസ്സിലായില്ല അവർ പുള്ളിക്കാരി പറഞ്ഞത്. ശരിക്കും ഇനി ആരിൽ നിന്ന് ട്രാൻസ്ലേഷൻ വല്ലതും ചോദിക്കണം. കാരണം ചിലതൊന്നും കിട്ടുന്നില്ല, ചിലത് കിട്ടുന്നുണ്ട്. ആ മരം അവിടെ നിന്ന് തെറിച്ച് മരം ഇവിടെ വരെ വന്നെന്നാണ് പറയുന്നത്. ഉണ്ടാ കാണുന്നത് കൊങ്ങൺ ട്രെയിനാണ് കേട്ടോ, കൊങ്ങൺ ട്രെയിനാണ്. കൊങ്ങൺ റെയിൽവേ കൂടാണ് ട്രെയിൻ പോകുന്നത്. ഇത് ഓരോരുത്തരുടെ വനം, എനിക്ക് ഓരോരുത്തരുടെ പറമ്പ് അവർ മാർക്ക് ചെയ്തിട്ടേക്കുവാൻ തോന്നുന്നു കണ്ടിട്ട്, രീതി കണ്ടിട്ട്. ഇനി ഇതെല്ലാം കളച്ച് ഇതെല്ലാം ഉറച്ചു പോയി കേട്ടോ. ഇതിനകത്തെല്ലാം നെല്ല് വെച്ച് പിടിപ്പിച്ചേക്കും. അവിടെ നിൽക്കാണ്ട് ഈ കല്ലൊക്കെ അവിടെ നിന്ന് പറന്ന് വരുവാന്നൊന്ന് ആലോചിച്ച് നോക്കി. അത്രയും ഹൈറ്റിൽ അവിടെ നിന്നൊരു പയ്യൻ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വ്യാപ്തി മനസ്സിലാക്കിയില്ല കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാകുന്നത്. ഇത്രയും ദൂരം വെള്ളവും വന്നു, അതിൻ്റെ അനുബന്ധ സാധനങ്ങളും വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കുന്നതിനപ്പുറമാണ്. കാണുക, ഈ നമുക്ക് പറയാനറിയത്തില്ലെങ്കിലും വാങ്ങി ഭാഷയിലൂടെ കാര്യങ്ങൾ ഇത്രയും ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങൾ. അത്യാവശ്യം മനസ്സിലാകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. തപ്പി നോക്കാം, കിട്ടുന്നതാണേ. ഇതാ മരം, ഒന്നാമത്തെ മരം കണ്ടോ, ഇതൊരു മരം. പിന്നെ വേറൊരു മരം ഉണ്ടെന്ന് പറഞ്ഞു മതി. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ഇല്ല ബേടാ, ഒന്ന് ആലോചിച്ച് വയ്ക്കും. ನಮಸ್ಕಾರ. ಹಾಂ ಎಲ್ಲ ಹೋಗ್ತೀಯಾ? ಹಾಂ 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 കണ്ട അവിടെ പുള്ളി ഇപ്പോൾ കണ്ടത് കിളച്ച് മറിയുകയാണ്. എന്നാ പറയാൻ പുള്ള മട്ടി. അപ്പോൾ ഇതെല്ലാം ഒന്നുകൂടെ കിളക്കുക കേട്ടോ. ഓക്കെ, ಇಲ್ಲ 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 ಇನ್ನಾಗ ಮುಳ್ಕೂರು ಬೇಕಲ್ಲ, ಮುಳ್ಕೂರು ಬಂದ್ರೆ ಒಂದು ಮರ ಬೀಳ್ತಾರ, ಮರಕ್ಕೆ ಮತ್ತೆ ಮುನಿ ಬೀಳ್ತಾರೆ, ಅದುವರೆಗೂ ಇರ್ತಾರೆ. പുള്ളി പറഞ്ഞു ഇവിടെ ചെക്ക് ചെയ്യണമെന്നാണ് പുള്ളി പറയുന്നത്. നമുക്ക് ചോദിക്കാം. ഓക്കെ എന്താ ഓക്കെ. അയ്യോ, അവിടുത്തെ ആ ഒരു വെള്ളത്തിന് ഇതൊക്കെ നല്ല ടൈറ്റ് ടൈപ്പ് കേട്ടോ ഇവിടുത്തെ മണ്ണ് കേട്ടോ. അവിടുന്ന് തടി പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കി. ലോങ് ഈ തടിയാണെന്ന് തോന്നുന്നത്. അവിടെ എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അടിത്തല ഇടിഞ്ഞ് മഴയായി ഈ തടി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട എന്തോ കാട്ടുകടിയാ എന്നാന്ന് അറിയില്ല. എൻ്റെ പൊന്നു ദൈവമേ അവസ്ഥ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് കണ്ടപ്പോണ്ടല്ലോ സങ്കടമായിപ്പോയി, സങ്കടം. കാരണം അവസ്ഥ ഒന്ന് കാണാനറിയാം. ഓരോരുത്തരുടെ വീടില്ല, എത്രയും നാളും ഉണ്ടാക്കിയ എല്ലാം പോയി. അതെ, പിന്നെ ഇച്ചിരി കട്ടി ഇതാണ് കട്ടി. എനിക്ക് ചിലതൊന്നും മനസ്സിലാവും, ചിലത് കിട്ടുന്നുണ്ട്. അത് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദി അറിയാവുന്ന അത്യാവശ്യം നമുക്ക് പിടിച്ച് ചെയ്യാം. പിന്നെ ചെറിയ ചെറിയ കന്നഡ ഈ വേർഡുകളൊക്കെ അറിയാം, അതുകൊണ്ടാണ് ഞാൻ പിടിച്ചു നിന്നത്. എന്തായാലും ഉള്ളതാട്ടെ, കണ്ടത് മനസ്സിലാക്കിയെന്ന് കരുതുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. മനുഷ്യൻ്റെ ഒരു കാര്യം എന്താ പറയാനാ. എല്ലാം ಹೋಗ್ತೀಯಾ? പറഞ്ഞ എല്ലാം പോകും. ഇതൊക്കെയുണ്ടോ? ഇതിനൊക്കെ ഇവർക്ക് എന്തെങ്കിലും ഗവൺമെൻറ് കൊടുക്കുമോ അറിയില്ല. കൊടുക്കുമായിരിക്കും. ഇവിടെയൊക്കെ തടി വന്ന് നടപ്പുണ്ട്. ഇതിനകത്തെല്ലാം മണ്ണും ചെറുമെല്ലാം വന്ന് കയറണം. അവരുടെ കൃഷി മൊത്തം ഇതായി. എന്താ അവസ്ഥ അല്ലേ? എന്തായാലും അക്കരെ
റെസ്ക്യൂ ടീമിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ആൾക്കാരൊക്കെ ബാത്റൂം ഒരു മറയും വേണ്ട, ബാത്റൂമിൻ്റെ ഇതുവരെ പോയിരിക്കുകയാണ്. പക്ഷെ എന്നാ പറയാൻ, എല്ലാം പോയെന്നാണ് പറയുന്നത്. പൂരാ ചലാകിയ അരകല്ല് എല്ലാം പോയി. എന്നാ പറയാൻ ഒരവസ്ഥ എന്നൊക്കെ പറഞ്ഞ് ആരോട് പറയാൻ. ഓക്കെ, മഴ പെയ്യുന്നു. ഇപ്പോൾ അവർ റെസ്ക്യൂ ടീം വന്നിട്ടുണ്ട്. ഗാഡി മേച്ചാറേ. ഓക്കെ, ഇപ്പോൾ അവർ റെസ്ക്യൂ ടീം വന്നിട്ടുണ്ട്. ഇത് ചെയ്യാൻ അവരെല്ലാം മേളിൽ കയറി കേട്ടോ. റെസ്ക്യൂ ടീം എല്ലാം കയറി മേളിൽ കയറി. മഴ പെയ്യാൻ തുടങ്ങി. വല്ലാത്തൊരു കാലാവസ്ഥ കേട്ടോ. എനിക്കിനി വണ്ടി എടുക്കാൻ എങ്ങനെ ഞാൻ പോകുന്നുള്ളൂ, ഒന്ന് ആലോചിച്ച് നോക്കി. നനയേണ്ടവരും പോവാം. ഞാൻ മുമ്പേ കാണിച്ച കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സൈഡിൽ. IRB എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. അവരിപ്പോൾ റോഡ് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. IRBയുടെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുക, റോഡ് ക്ലീനിങ്. SDRFിൻ്റെ വണ്ടിയാണ് ഇറങ്ങുന്നത്. അവരിവിടെ ഇറങ്ങിയിരിക്കുകയായിരുന്നു കുറച്ച് മുമ്പേ. SDRF പാറക്കെട്ടുകൾക്ക് അകത്തുകൂടാണ് നമ്മുടെ ഡ്രൈവർമാർ അവർ ഓരോ സാധനങ്ങളും നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നത്. ഡ്രൈവർമാർ അതെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, എല്ലാവർക്കും പുച്ഛമാണ് ഡ്രൈവർമാരെന്ന് കേൾക്കുമ്പോൾ. പക്ഷേ ആ പുച്ഛമുള്ളവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഡ്രൈവർ അല്ലെങ്കിൽ ഒന്നുമില്ല. ഡ്രൈവർ വേണം ഒരു നാട്ടിൽ. നമ്മുടെ നാട്ടിലുള്ള ഡ്രൈവർമാർക്ക് എത്ര ശമ്പളം കുറവ്. മറ്റേയൊക്കെ ഞാൻ വെളിയിലൊക്കെ പോയി എന്ത് ശമ്പളം വന്നില്ല ഡ്രൈവർമാർക്ക്. ഒരു വലിയ സാധനം, അതായത് ഒരു നാടിനെ നാടിന് സാധനങ്ങൾ കൊണ്ട് കൊടുക്കുന്ന കരുതലോടുകൂടി, ഒരു ഇടയിലെ പോലെ കരുതലോടുകൂടിയാണ് ഒരു സാധനം ഒരു കൃത്യസ്ഥലത്ത് എത്തിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കി അവരുടെ ഒരു ഈ റോഡ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര ടഫായിട്ടുള്ള ടെറൈനാണെന്ന്. ആരെയും കുറ്റം പറഞ്ഞിട്ട് അതിൽ ഈ കിടക്കുന്ന മണ്ണ്, ഈ മേലോട്ട് കിടക്കുന്ന മണ്ണ് മൊത്തം ഇവിടുന്ന് വാരിയെടുത്ത് കൊണ്ടിട്ട മണ്ണുകളാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അതെ, അപ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലാവും. IRB
KL 47